മോർണിംഗ് ആക്ടിവിറ്റി. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരുന്നത് അനീഷിനാണ്. അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളുടെ മിത്രമാരാണ്, ശത്രുവാരാണ്, അവരുടെ ഗെയിം പ്ലാൻ എന്താണെന്നുള്ളത് പറയാനാണ്, ഒരു മാപ്പ് വരച്ചിട്ട് പറയാനാണ് അനീഷിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ഓരോരുത്തരെയും പറ്റി പറയാനായിട്ട് 2 മിനിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ജിസേലിനെ പറ്റിയാണ് പറയുന്നത്. ജിസേലിൻ്റെ മിത്രമായിട്ട് കരുതുന്നത് ആര്യനെയാണ്. അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് അനീഷ് പറയുന്നത്. കാരണം ഇവർ തമ്മിലുള്ള കോംബോയിൽ പലതും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മുൻപേ തന്നെ ഇവർ പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടാണ് ഇത്തരത്തിലൊരു കോംബോ കളിക്കുന്നതെന്ന് പറയുന്നു. അതേപോലെ ജിസേൽ ശത്രുവായിട്ട് കാണുന്നത് അനുമോളെയാണ്. അനുമോളോട് ഈ ശത്രുത കാണിക്കുന്നതും ഒരു തരത്തിലുള്ളൊരു നാടകമാണ്. അത് ജിസേലിൻ്റെ ഗെയിം പ്ലാൻ ആയിട്ടാണ് അനീഷ് പറയുന്നത്. പിന്നീട് അനുമോളെ പറ്റി പറയുന്നു. അനുമോൾ മിത്രമായിട്ട് കാണുന്നത് ഈ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അനുമോൾ മിത്രങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്നൊരാളാണെങ്കിൽ നാളെ വേറൊരാളായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ മിത്രമായിട്ട് കാണുന്നത് ആദിലേൻ്റെ അടുത്താണ് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് പറയുന്നു. അതൊരു ഗെയിം സ്ട്രാറ്റജി പ്രകാരമാണ് അത്തരത്തിൽ സംസാരിക്കണമെന്ന് പറയുന്നു. ശത്രുവായിട്ട് കാണുന്നത് ജിസേലിനെയാണ്. അതും ഒരു അനുമോളുടെ ഗെയിം സ്ട്രാറ്റജിയാണ്, വെറും നാടകം കളിയാണ്. ഇപ്പോൾ ജയിലിൽ പോയതിനു ശേഷം ഇവർ പാച്ചപ്പാവാതിരിക്കുന്നതും ശത്രുവായിട്ട് തന്നെ കൊണ്ട് നടക്കുന്നത് അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി ആയിട്ട് അനീഷ് പറയുന്നു. പിന്നീട് അഭിലാഷിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അഭിലാഷ് മിത്രമായിട്ട് കാണുന്നത് ഒണിയിലിനെയാണ്. മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതെന്ന് അനീഷ് പറയുന്നു. അതേപോലെ തന്നെ ശത്രുവായിട്ട് കണ്ടിട്ടുള്ളത് ലക്ഷ്മിയാണ്. ലക്ഷ്മി ഈ സാഹചര്യത്തിനൊത്ത് നിറം മാറുന്ന തരത്തിലുള്ള വളരെ മോശമായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ വെച്ചിട്ടാണ് അനീഷ് സംസാരിക്കണത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇത്തരത്തിൽ നിറം മാറുന്ന പല തെറ്റായ തീരുമാനങ്ങളും എടുക്കുന്ന ലക്ഷ്മീനെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് അഭിലാഷ്. അതുകൊണ്ട് തന്നെ അഭിലാഷിൻ്റെ ശത്രു ലക്ഷ്മിയാണെന്ന് പറയുന്നു. പിന്നീട് ഒണിയിലിനെ പറയുന്നു. ഒണിയിലിൻ്റെ മിത്രം അഭിലാഷാണ്. അവർ രണ്ടുപേരുമായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അവർ പരസ്പരം ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാണാറുണ്ടെന്ന് പറയുന്നു. ഒണിയിലിൻ്റെയും ശത്രു ലക്ഷ്മി ആയിട്ടാണ് പറയുന്നത്. ഇന്നലെ നടന്നൊരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒണിയിലിൻ്റെ ശത്രു ലക്ഷ്മിയാണെന്ന് പറയുന്നത്. ലക്ഷ്മി ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ പ്രതികരിക്കുന്ന, എപ്പോഴും ഒരു ബോസി ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒണിയിൽ ലക്ഷ്മിയെ ശത്രുവായിട്ട് കാണുന്നു എന്ന് പറയുന്നു. പിന്നീട് ഷാനവാസിനെ പറയുന്നു. ഷാനവാസിൻ്റെ മിത്രം ഇപ്പോൾ ആദിലെ നൂറയാണ്. ഇവർ തമ്മിലൊരു കോംബോ കളിക്കാനായിട്ട് ഷാനവാസ് ശ്രമിക്കുന്നതായിട്ട് പറയുന്നു. പക്ഷേ അത് നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് അനീഷിന് തോന്നുന്നു. അതിങ്ങനെ തന്നെ തുടരട്ടെ എന്ന് പറയുന്നു. ശത്രുവായിട്ട് കാണുന്നത് മസ്താനിനെയാണ്. മസ്താനി എപ്പോഴും വളരെ മോശമായിട്ടുള്ള തെറ്റായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്ന ഷാനവാസ് മസ്താനിനെ തിരുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മസ്താനിനെ ശത്രുവായിട്ട് കാണുന്നു. അത് ഷാനവാസിൻ്റെ ഒരു ഗെയിം പ്ലാൻ ആണ് എന്ന് പറയുന്നു. പിന്നീട് പ്രവീണിനെ പറയുന്നു. പ്രവീൺ മിത്രമായിട്ട് കാണുന്നത് നെവിനെയാണ്. അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു കെമിസ്ട്രി ഉള്ളതായിട്ട് അനീഷിന് തോന്നുന്നു എന്ന് പറയുന്നു. അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരുമിച്ചാണ് ബെഡ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഇവർ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് എന്ന് പറയുന്നു. പ്രവീൺ ശത്രുവായിട്ട് കാണുന്നത് അനീഷിനെ തന്നെയാണ് എന്ന് പറയുന്നു. കാരണം പ്രവീൺ വന്ന ദിവസം തൊട്ട് ഒരു കാര്യമില്ലാതെ അനീഷിനെ പറ്റിയിട്ട് പല സ്ഥലത്തും ഇരുന്ന് പതിയെ ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തരോട് സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ നേരിട്ട് പറയാനുള്ള ധൈര്യം പ്രവീണിനില്ല. അനീഷിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പ്രവീൺ പല കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ളതാണ് അനീഷ് പറയുന്നത്. അതുകൊണ്ട് പ്രവീണിൻ്റെ ശത്രു അനീഷ്. പിന്നീട് നൂറേനെയാണ് പറയുന്നത്. നൂറേൻ്റെ മിത്രം ആദിലയാണ്. ഇവർ തമ്മിൽ ഇപ്പോൾ 2 കണ്ടസ്റ്റൻ്റ് ആയിട്ടും ഇവർ ഒരുമിച്ച് നിന്ന് തന്നെ ഗെയിം കളിക്കുന്നത് അത് നൂറേൻ്റെ ഒരു ഗെയിം തന്ത്രമാണ്. ഇവർ രണ്ടുപേരും പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെയാണ് വേണ്ടതും. പക്ഷേ ഇവർ ഗെയിമിലും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേവർ ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ നൂറേൻ്റെ ശത്രുവായിട്ടുള്ളത് നെവിനാണ്. നെവിനെ ചൊടിപ്പിച്ചിട്ട് പുറത്താക്കാൻ വേണ്ടിയിട്ട് നൂറ ശ്രമിച്ചു. അത് നൂറേൻ്റെ ഒരു ഗെയിം തന്ത്രമാണ്. അത്തരത്തിൽ പ്രൊവോക്ക് ചെയ്ത് നെവിനെ പുറത്താക്കുന്നത് വഴി ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് നൂറ എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നൂറ അത് ചെയ്തതെന്ന് പറയുന്നു. പിന്നീട് ആദിലേനെ പറ്റി പറയുന്നു. ആദിലേൻ്റെ മിത്രം നൂറയാണ്. സെയിം കാര്യം തന്നെ പറയുന്നു. ഇവർ 2 കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് മുന്നോട്ട് പോകുന്നത് അവരുടെ ഗെയിം തന്ത്രമായിട്ട് കാണുന്നു. ഒരു 2 പുറത്ത് പാർട്ട്ണറായിട്ട് ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. എല്ലാ സാഹചര്യത്തിലും പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ടാണ് പോകേണ്ടത് എന്ന് അനീഷ് പറയുന്നു. ശത്രുവായിട്ട് പറയുന്നത് ലക്ഷ്മിനെയാണ്. ലക്ഷ്മി ഇന്നലെ ചെയ്തിട്ടുള്ള കാര്യത്തിനെതിരെ ആദില സംസാരിച്ച് നിന്നത് കൊണ്ട് തന്നെ ആദില ലക്ഷ്മിനെ ശത്രുവായിട്ട് കാണുന്നു എന്ന് പറയുന്നു. പിന്നീട് അക്ബറിനെയാണ് പറയുന്നത്. അക്ബർ വലിയൊരു ഗെയിം സ്ട്രാറ്റജീസ് ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പാനീൻ്റെ സുഹൃത്തായിട്ടുണ്ടായിരുന്ന അപ്പാനിയാണ്. അപ്പാനി പോയതിന് ശേഷം ഷാനവാസിനെ സുഹൃത്തായിട്ട് കണ്ട് ഇവർ അഭിനയിക്കുന്നതായിട്ടാണ് അനീഷ് പറയുന്നത്. അതുപോലെ തന്നെ അക്ബറിൻ്റെ ശത്രുവായിട്ടുള്ളത് മസ്താനിയാണ്. മസ്താനി തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഒരാളായതുകൊണ്ട്
എപ്പോഴും മസ്താനിക്കെതിരെ സംസാരിക്കാനായിട്ട് അക്ബർ ശ്രമിക്കുന്നു. അപ്പം അക്ബറിന്റെ ശത്രു മസ്താനിയാണ്. പിന്നീട് പറയുന്നത് മസ്താനിനെയാണ്. മസ്താനിന്റെ മിത്രം ലക്ഷ്മിയാണ് എന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും ഒരേപോലെ ചീപ്പായിട്ട് ഗെയിം കളിക്കുന്ന രണ്ടുപേരാണ്. എപ്പോഴും തെറ്റുകൾ മാത്രം ചെയ്യുന്ന രണ്ടുപേരാണ്. അതുകൊണ്ട് ചേരുംപടി ചേരുക എന്ന് പറയുന്നത് പോലെ ഇവർ രണ്ടുപേരും എപ്പോഴും ഈ മിത്രങ്ങളായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് അനീഷ് പറയുന്നു. മസ്താനി ശത്രുവായിട്ട് കാണുന്നത് അനീഷിനെയാണ്. കാരണം അനീഷിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് വന്ന സമയം മുതൽ പറഞ്ഞത്. അപ്പോൾ അനീഷ് തിരിച്ച് എനിക്ക് പോലും അറിയാത്ത, എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയാത്ത എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് പറയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതിന് ശേഷം പിന്നെ മസ്താനി മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് മസ്താനി ശത്രുവായിട്ട് കാണുന്നത് അനീഷിനെയാണ് എന്ന് പറയുന്നു. പിന്നീട് പറയുന്നത് ആര്യനെയാണ്. ആര്യൻ്റെ മിത്രം ജിസേലാണെന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും കൂടെ കോംബോ കളിച്ച് ആ കോംബോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ധാരണയിലാണ്. പിന്നെ പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവർ ഒരുമിച്ചാണ്. ഇപ്പോൾ കിച്ചണിലെ കാര്യത്തിലാണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരുമിച്ച് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ നിന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് ഇവരുടെ ഒരു നാടകമായിട്ടാണ് അനീഷ് പറയുന്നത്. അതേപോലെ തന്നെ ആര്യൻ്റെ ശത്രുവായിട്ട് അനീഷിനെയാണ് ആര്യം കാണുന്നതെന്ന് പറയുന്നത്. കാരണം എപ്പോഴും അനീഷിനെ പറ്റി തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ നടക്കും. വന്ന സമയം മുതൽ ഇപ്പോൾ വരെ അനീഷിനെ പറ്റിയിട്ടാണ് എല്ലാവരോടും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അനീഷിനെ എങ്ങനെയെങ്കിലും വെട്ടി വീഴ്ത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ആര്യൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആര്യൻ അനീഷിനെ ശത്രുവായിട്ട് കാണുന്നു എന്ന് അനീഷ് പറയുന്നു. അപ്പോൾ അനീഷ് പറയാണ്, ഞാൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും ആര്യൻ എൻ്റെ എതിർവശത്ത് നിൽക്കേണ്ട ഒരാളായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതിനുള്ള യോഗ്യത ആര്യനില്ല എന്നും അനീഷ് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് റെനേനെ പറ്റിയാണ്. റെനേൻ്റെ മിത്രം ജിസേലാണ്. ജിസേലിൻ്റെ പുറകെ നടക്കലാണ് റെനേൻ്റെ പണി. ജിസേൽ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്നതാണ് റെനെ ചെയ്യുന്നത്. ജിസേൽ അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടും. അങ്ങനെ ജിസേലിനെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് നടക്കുന്നതാണ് റെന ചെയ്യുന്നത്. അതുപോലെ തന്നെ റെനേൻ്റെ ശത്രു അനുമോളാണ്. എപ്പോഴും ഇങ്ങനെ അനുമോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. എല്ലാ കാര്യത്തിലും അനുമോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി നടക്കും. അതുകൊണ്ട് റെനേൻ്റെ ശത്രു അനുമോളാണ്. പിന്നീട് ബിന്നീനെ പറ്റിയാണ് പറയുന്നത്. ബിന്നീൻ്റെ മിത്രമായിട്ട് അനീഷ് പറയുന്നത് റെനേനെയാണ്. ഇവരൊരു അനിയത്തി ചേച്ചി കോംബോ പോലെയാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബിന്നീൻ്റെ ശത്രുവായിട്ടുള്ളത് ആര്യനാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ കാര്യം വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ആര്യനോട് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബിന്നിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ആര്യൻ്റെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ ഇതേപോലെ തന്നെ ബിന്നി പ്രതികരിക്കട്ടെ എന്ന് പിന്നെ അനീഷ് പറയുന്നു. പിന്നീട് പറയുന്നത് നെവിനെയാണ്. നെവിൻ്റെ മിത്രമായിട്ടുള്ളത് സാബുമാനാണ്. ഇവർ തമ്മിൽ വളരെ ജെനുവിനായിട്ടുള്ള നാച്ചുറലായിട്ടുള്ളൊരു സൗഹൃദമുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. അത് ഇവരുടെ ആക്ടിംഗ് ആയിട്ട് തോന്നുന്നില്ല. വളരെ ജെനുവിനായിട്ടും നാച്ചുറലി വന്നിട്ടുള്ളൊരു സൗഹൃദമായിട്ടാണ് അനീഷ് പറയുന്നത്. അതുപോലെ തന്നെ നെവിൻ്റെ ശത്രുവായിട്ടുള്ളത് അനുമോളയാണ്. പലതിനും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഓവറായിട്ട് അനുമോളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് നെവിൻ നാടകം കളിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. ഫേക്കായിട്ട് ചെയ്യുന്നതായിട്ടും അനീഷിന് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നീട് പറയുന്നത് ജിഷിനെയാണ്. ജിഷിൻ ഇവിടെ മിത്രവും ഇല്ല ശത്രുവും ഇല്ല. എന്നെ ആരെങ്കിലും ഒന്ന് ഫ്രണ്ട് ആക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ തേടി നടക്കാറുണ്ട്. അതുപോലെ തന്നെ ശത്രുക്കൾ ആരെങ്കിലും ഒന്ന് ശത്രുക്കളായിട്ട് കാണാനും ജിഷിൻ തേടി നടക്കാറുണ്ട്. എന്നാലും തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ ഷാനവാസുമായിട്ടാണ് ജിഷിന് ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതെന്ന് പറയുന്നു. ജിഷിൻ ശത്രുവായിട്ട് കാണുന്നത് ലക്ഷ്മീനെയാണ്. കാരണം ലക്ഷ്മീനെ പറ്റി പറയുന്ന സമയത്ത് എപ്പോഴും സ്ത്രീകളെ പറ്റിയിട്ട് എല്ലാവരും സംസാരിക്കും. ഇപ്പോൾ പുരുഷന്മാർക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ സംസാരിക്കാനായിട്ട് ആരും ഇല്ല എന്നുള്ളത് ജിഷിൻ പറഞ്ഞു. അപ്പോൾ അതിനോട് യോജിക്കുന്നത് കൊണ്ട് ജിഷിൻ ശത്രുവായിട്ട് കാണുന്നത് ലക്ഷ്മീനെയാണ് എന്ന് പറയുന്നു. പിന്നീട് സാബുമാനെയാണ് പറയുന്നത്. സാബുമാൻ്റെ മിത്രം നെവിനാണ്. നേരത്തെ പറഞ്ഞ അതേ റീസൺ തന്നെയാണ്. വളരെ ജെനുവിൻ ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് നെവിനുമായിട്ട് സാബുമാനുണ്ട്. ശത്രുവായിട്ട് കാണുന്നത് അനീഷിനെയാണ്. കാരണം അനീഷ് പലപ്പോഴും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പോയിട്ട് അടുത്ത പുസ്തകം എന്നാ പ്രകാശനം ചെയ്യുന്നത്, അടുത്ത പുസ്തകം എന്നാ പുറത്തേക്ക് ഇറക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അനീഷിനെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യാനായിട്ട് സാബുമാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് സാബുമാൻ ശത്രുവായിട്ട് അനീഷിനെ കാണുന്നു. ലക്ഷ്മീനെയാണ് പറയുന്നത് അടുത്തത്. ലക്ഷ്മി മിത്രമായിട്ട് കാണുന്നത് മസ്താനിനെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചേരുംപടി ചേരുക എന്ന് പറയുന്നത് പോലെ രണ്ടുപേരുടെയും ഒരേപോലത്തെ ക്യാരക്ടറാണ്. ഒരേപോലെ മോശം രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ പലരെയും തെറ്റായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഈ രണ്ടുപേരും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇതുപോലെ സുഹൃത്തുക്കളായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് അനീഷ് പറയുന്നു. ലക്ഷ്മി ശത്രുവായിട്ട് കാണുന്നത് അനീഷിനെയാണ് എന്നാണ് അനീഷ് പറയുന്നത്. കാരണം വന്ന ദിവസം തൊട്ട് അനീഷിനെതിരെ ലക്ഷ്മി ഗെയിം കളിക്കുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് അനീഷിൻ്റെ അടുത്ത് പറയാണ്, ഇപ്പം ഇത്രയും നേരം പറഞ്ഞത് ഊഹങ്ങളല്ലേ, ഇനി യാഥാർത്ഥ്യം എന്താണെന്ന് പറയൂ. അതായത് അനീഷിൻ്റെ മിത്രം ആരാണ്, ശത്രു ആരാണ്, ഗെയിം പ്ലാൻ എന്താണ് എന്നുള്ളത് പറയാൻ പറയുന്നു. അപ്പോൾ അനീഷ് പറയാണ്, എനിക്കിവിടെ അങ്ങനെ വലിയ സുഹൃത്ത് എന്നുള്ള രീതിയിലൊന്നും ഞാൻ ആരെയും കണ്ടിട്ടില്ല. എന്നാലും ഷാനവാസിനെയാണ് ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ട് കാണുന്നത് എന്ന് അനീഷ് പറയുന്നുണ്ട്. ശത്രുവായിട്ട് കാണുന്നത് ആര്യനെയാണ്. കാരണം ആര്യൻ പലപ്പോഴും അനീഷിനെതിരെയാണ് ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്. എല്ലാ കാര്യത്തിലും എല്ലായിടത്തും
എല്ലായിടത്തും പോയിട്ട് അനീഷ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആര്യനെ ശത്രുവായിട്ട് കാണുന്നു. അതുപോലെ പറയുന്ന ആര്യൻ വളരെ പാവമായിട്ടുള്ള ഒരാളായിരിക്കാം, പക്ഷേ ഇവിടെ വന്ന് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ബിഹേവ് ചെയ്യുന്നത്. അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ആര്യൻ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആര്യൻ്റെ റിയൽ ക്യാരക്ടർ ഇതായിരിക്കില്ല എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അങ്ങനൊന്നുമല്ല, ആര്യൻ ശരിക്കും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ബിഗ് ബോസ് എടുത്ത് ചോദിക്കുന്നുണ്ട് അനീഷിൻ്റെ ഗെയിം പ്ലാൻ എന്താണ്, ഗെയിം സ്ട്രാറ്റജി എന്താണെന്ന്. അപ്പോൾ അനീഷ് പറയുന്നത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഗെയിം പ്ലാൻ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്നവരെല്ലാവരും കൂടെ അനീഷിനെ കളിയാക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ടാസ്കിൽ അനീഷിൻ്റെ ഈ ഒരു ഒബ്സർവേഷൻ നോക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് 360 ഡിഗ്രിയിൽ എല്ലാവരെയും ഓരോരുത്തരും എവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, ഓരോരുത്തരുടെ ഗെയിം പ്ലാൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ അനീഷിനെ സംബന്ധിച്ച് അനീഷിൻ്റെ മുന്നിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്നിട്ടും പെരുമാറ്റങ്ങളിൽ നിന്നിട്ടും ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു വിശകലനം നടത്തിയിട്ടുള്ളത്. ആ കാര്യത്തിൽ അനീഷ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് ഭൂരിപക്ഷം കാര്യങ്ങളും, അതായത് അനീഷ് പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളും റിയൽ ആയിട്ടുള്ളതാണ്, അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.